ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇവിടെ PSCയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഇതാണ് ചോദ്യം. 15 × 7 + 3 ഡിവൈഡഡ് ബൈ 5 - 3. ഇങ്ങനെയുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ ശ്രദ്ധിക്കുക, ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബോട്ട്മാസ് റൂൾ. ആ നിയമം എന്താണ്? ബോട്ട്മാസ് ഓരോ അക്ഷരവും ഓരോ കാര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ബോട്ട്മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. B ബ്രാക്കറ്റ്, O ഓഫ്, D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ. B ബ്രാക്കറ്റ്, B എന്ന അക്ഷരം, O ഓഫ്, D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ. ഇതുപോലെയുള്ള കണക്കുകൾ ചെയ്യാൻ വന്നാൽ ആ ക്രമത്തിൽ വേണം ചെയ്യാൻ. ബ്രാക്കറ്റിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ. ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത് D ഡിവിഷൻ, പിന്നെ ഹരണം ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ചെയ്യാവോ, പിന്നെ കൂട്ടില കുറയ്ക്കല, അങ്ങനെ ആ ക്രമത്തിൽ വേണം ചെയ്യാൻ. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക. 7 + 3 എത്രയാണ്? ബ്രാക്കറ്റിലുള്ളത് ഒരു 10 ആണ്. ഇടത്തോട്ട് എന്തോ ഉണ്ട്, ഒരു × 15 ഉണ്ട്. വലത്തോട്ടുള്ളത് അതും എഴുതുക. ഒരു ഡിവൈഡഡ് ബൈ 5 ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് -3. ഇനി നമുക്ക് ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഉള്ളത്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ. ഇപ്പൊ ഇനിയുള്ളത് ഡിവിഷൻ. ആ ക്രമത്തിൽ വേണം, ബോട്ട്മാസ് നിയമം അനുസരിച്ച് വേണം ചെയ്യാൻ. ഡിവിഷൻ 10 ഡിവൈഡഡ് ബൈ 5. 10നെ 5 കൊണ്ട് ഇരിക്കുമ്പോൾ എത്ര കിട്ടും? 2. പിന്നെ വലത്തോട്ടൊരു -3 ഉണ്ട്, ഇടത്തോട്ടൊരു 15 × ഉണ്ട്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും വേണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്യണം. 15 × 2 എത്ര? 30 -3 = 27 വരും. ഓപ്ഷൻ C ആണ് ഉത്തരം. ഈ ക്രമത്തിന് വേണം ഇതുപോലെയുള്ള കണക്കുകൾ ചെയ്യാൻ വന്നാൽ ചെയ്യാൻ. ബോട്ട്മാസ് റൂൾ, ബോട്ട്മാസ് നിയമം അനുസരിച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ് ഓഫ്, ഓരോ അക്ഷരവും ഓരോ ക്രിയകളെ പ്രതിദാനം ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് B ബ്രാക്കറ്റ്, O ഓഫ്, D ഡിവിഷൻ, M മൾട്ടിപ്ലിക്കേഷൻ, A അഡീഷൻ, S സബ്ട്രാക്ഷൻ. 0.0004 പ്ലസ് 0.0004 എത്ര കൂടുതലാണ്? 2/5. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുക. 0.0004ഉം 0.0004ഉം കൂടെ കൂട്ടുക. അപ്പൊ എത്ര വരും? 4 4 0 0 0 0.0004. അപ്പൊ 2/5 എന്ന് പറയുന്നത് അതിന്റെ ഡെസിമൽ കാണും. 2നെ 5 വെച്ച് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടും? പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു. അപ്പൊ 0.5420. അപ്പൊ ഈ സംഖ്യയുടെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ 2/5 കിട്ടി. അപ്പൊ 3നേക്കാൾ എത്ര കൂടുതലാണ് 7 എന്നറിയാൻ 7ൽ നിന്ന് 3 കുറച്ചാൽ മതി. അതുപോലെ ഈ സംഖ്യയിലേക്കാൾ എത്ര കൂടുതലാണ് 2/5? ഈ സംഖ്യയേക്കാൾ, ഈ സംഖ്യ ഏതാ? ഇത് 0.0004 പ്ലസ് നമുക്ക് അറിയാത്തതിന് X എന്ന് കൊടുത്തു. ഇതെന്താ? ഇതിന്റെ വില എത്ര? 0.4. അപ്പൊ നമുക്ക് X കാണാൻ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഈ 2നേക്കാൾ എത്ര കൂടുതലാണ് 7 എന്ന് ചോദിച്ചാൽ 7ൽ നിന്ന് 2 കുറച്ചാൽ മതി. അതുപോലെ ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5 എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ എത്ര കൂടുതലാണെന്ന് അറിയാൻ 2/5 ഇത് കുറച്ചാൽ മതി. 2/5 എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടുന്ന കുറച്ചാൽ മതി. ബ്രാക്കറ്റ് ഉണ്ടല്ലോ. 2/5 എന്ന് പറഞ്ഞാൽ 0.4, അതായത് X = 0.4 മൈനസ് 0.00044. 0.4നെ നമുക്ക് 0.400 എന്നിടാം കുറയ്ക്കാൻ സൗകര്യത്തിന്. അപ്പൊ എത്ര വരും? 0.400. എത്ര സ്ഥാനമുണ്ട് അത്ര ഇടാം. 3 2 5 3 5 മൈനസ് 0.4 എന്ന് പറഞ്ഞാൽ 0.4000 അങ്ങനെ ഇടാം. മൈനസ് ഇത് 0.00044. എന്നിട്ട് നമുക്ക് കുറച്ചാൽ മതി.
ഇവിടുന്ന് ബോറോ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുന്ന് ബോറോ ചെയ്ത് ഇവിടുന്ന് ഒന്ന് കടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 3, ഇവിടെ 10 ആകും. ഇതിൽ നിന്ന് ഇവിടെ 10 ആകും. ഇവിടുന്ന് വീണ്ടും എടുത്താൽ ഇവിടെ 10 ആകും, ഇവിടെ 9 ആകും. ഈ 10ൽ നിന്ന് ഒന്ന് ഇവിടെ എടുത്താൽ ഇവിടെ 10 ആകും, ഇവിടെ 9 ആകും. ഇതിൽ നിന്ന് എടുത്തെടുത്ത് കൊണ്ടുവരണം. പിന്നെ ലാസ്റ്റിന് ഇവിടെ 10, ഇവിടെ 9. അപ്പോൾ 10 4 പോകെ 6, 9 4 പോകെ 5, ഇവിടെ 9, 0 പോകെ 9, 9 3. 0.3996 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് നമ്മൾ ഒരു സാധാരണ സിമ്പിൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 2നേക്കാൾ എത്ര കൂടുതലാണ് 7 എന്ന് ചോദിച്ചാൽ 7ൽ നിന്ന് 2 കുറച്ചാൽ മതി. അതേപോലെയാണ് ഇവിടെ ദശാംശ സംഖ്യയാണേ ഉള്ളൂ. ഈ 2ഉം കൂടെ കൂട്ടുന്നതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5 എന്നാ ചോദിച്ചേക്കുന്നത്. എത്ര കൂടുതലാണ് 2/5 എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 2/5 നിന്ന് ഇത് ബ്രാക്കറ്റിലുള്ള കുറച്ചാൽ മതി. അപ്പോൾ ഇത് ബ്രാക്കറ്റിലുള്ള നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. 0.00044. 2/5 ദശാംശ ഇത് കാണണം. 2/5, 2നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ പറ്റാത്തതുകൊണ്ട് ഒരു പോയിന്റ് കൊടുത്തുമ്പോൾ 0 ഇട്ട് കൊടുത്തു. 5 4 20. 0.4. 0.4 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ സൗകര്യത്തിന് ഈ എക്സും ഈ കൂട്ടിയ ഈ സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ 0.4 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര, 2ന്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാൽ 7 കിട്ടും. അതായത് 7ൽ നിന്ന് 2 കുറയ്ക്കും. അതേ സിസ്റ്റമാണ് ഇവിടെ. ഇതിന്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ 0.4 കിട്ടും, 2/5 കിട്ടും. അപ്പൊ എക്സ് കാണാൻ ഈ 2/5 ഇത് കുറയ്ക്കണം. 2/5 എന്ന് പറഞ്ഞാൽ ദശാംശം, അതായത് 2നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ പറ്റാത്തതുകൊണ്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 കൊടുത്തു. 0.4. 0.4 എന്ന് പറഞ്ഞാൽ 0.4. അതായത് ഇവിടെ എത്ര സ്ഥാനമുണ്ട്, 3 2 5 സ്ഥാനം. അപ്പൊ ഇവിടെ 5 സ്ഥാനത്തിന് പകരം അത്രയും 0 ഇട്ട് കൊടുത്താൽ അത് വിലക്ക് വ്യത്യാസം വരത്തില്ല. 0.4000 എത്ര പറഞ്ഞാലും 0.4 തന്നെ, പിന്നെ സംഖ്യ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഉണ്ട്. അപ്പോൾ 5 സ്ഥാനം 4 0 ഇട്ട് കൊടുക്കുന്നു. -0.00044. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 0.3996 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൃത്യങ്ക നിയമങ്ങൾ ഉപയോഗിച്ചാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. 2/5 × 2/3 × 3/2 × 3/4 × 5². The whole divided by 2/6 × 3³ × 5/4 × 6. The whole raised to -1ന്റെ വില എത്ര? നമുക്ക് a/m × a/n a/m plus n a/m എന്ന് പറഞ്ഞാൽ 1/a/n. ഈ 3 ഫോർമുലകൾ ഓർത്തിരിക്കുക, കൃത്യങ്ക നിയമങ്ങൾ. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യാം, 2/5 × 2/3, അതായത് 2/5 + 3 2/8 വരും. ഇത് രണ്ടും ഒരുപോലെ ബേസ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം. a/m × a/m plus n 2/5 + 3 2/8. ഇനി 3/2ഉം 3/4. അപ്പൊ എത്ര വരും, 3 ആകെ എത്ര വരും, 2 4 3/6. 3/2 × 3/4 3/2 + 4 × 5² ബൈ 2/6 ഇതിന്റെ മാത്രം വില കാണാം. ഈ ബ്രാക്കറ്റിലുള്ളതിന്റെ മാത്രം വില കാണാം. എന്നിട്ട് പിന്നെ ഓൾ റൈസ് ടു -1 എന്ന് പറയാൻ നേരെ തിരിച്ചിട്ടാൽ മതി. ഈ റൈസ് ടു -1 ഇല്ലാതെ ഇതിന്റെ മാത്രമുള്ള വില കാണാം, ബ്രാക്കറ്റിലുള്ളതിന്റെ മാത്രം. അപ്പൊ എന്ത് വരും, 2/8 × 3/6 × 5² ബൈ 2/6 × 3³ × 5/4 ഇതിനെ 2 × 3 എന്ന് എഴുതാം. അപ്പൊ പിന്നെ നമുക്ക് ഇനി ഒരുപോലുള്ളത് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. സമം 2, ഞാൻ ബ്രാക്കറ്റിലുള്ളതിന്റെ മാത്രമാണ് ചെയ്യുന്നത്. 2/8 × 3/6 × 5². ഇനി അടിയിലുള്ളത് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2/6 ഉണ്ട്, ഒരു 2/1 ഉണ്ട്. അപ്പൊ എന്ത് വരും, ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു 2/7 വരും. ഇനി ഒരു 3/3 ഉണ്ട്, ഒരു 3/1 ഉണ്ട്. 3/3 + 1 3/4 വരും. ഇവിടെ 5/4. ഇവിടെ ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2/8/2/7. അപ്പൊ എന്ത് വരും, 2/8/2/7 × 3/6/3/4 × 5² 5/4. അപ്പൊ ഇവിടെ a/m × a/m -n 2/8 - 7 ×
3/6 - 4 ഇവിടെ ഒരു 5² ഉണ്ട്. ഈ 5/4 നമുക്ക് 5² × 5² എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ എന്തുകൊണ്ട് 2/8 - 7 എന്ന് പറഞ്ഞാൽ 2/1. ഇപ്പോൾ 2 ഇൻറ്റു 3/6 - 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇവിടെ ഒന്നുമില്ല, അത് കട്ട് ചെയ്ത് പോയി, ബൈ 5² സമം 2 × 9/25. 18/25 ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ്. നമുക്ക് ഇവിടെ എന്താ വരേണ്ടത്? ഹോൾ റൈസ് ടു -1. നമ്മൾ ബ്രാക്കറ്റിലുള്ളത് മാത്രമാണ് പോയി ചെയ്തത്. ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ടാൽ മതി. നേരെ 25/18 വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് അതൊന്ന് തിരിച്ചിടുക, നേരെ തിരിച്ചിടുക. റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2/5 റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 5/2. 18/25 നമുക്ക് ഇവിടെ കിട്ടിയത്. റൈസ് ടു ഹോൾ റൈസ് ടു -1 എന്ന് പറയാം 25/18. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ ഇതങ്ങ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് അങ്ങ് സിംപ്ലിഫൈ ചെയ്യുക. 2/5 × 2/3 (a/m × a/n (a/m + n) a/m - n) കൃത്യങ്ക നിയമം, ലോസ് ഓഫ് ഇൻഡിസസ്, എക്സ്പോണൻഷ്യൽ തിയറി. a⁻n എന്ന് പറയാം 1/a⁻n. അത് 3 ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 2/5 × 2/3. അപ്പോൾ എത്ര ഒരു ആകെ 2/8. 5 3 8. 2/5 + 3. 3/2 × 2 × 3/4. 3/6 വരും. 2 + 4 ഇൻറ്റു 5² ബൈ ഇവിടെ 2/6 ഉണ്ടായിരുന്നു, ഇവിടെ 3³ ഉണ്ടായിരുന്നു, ഇവിടെ 5/4 ഉണ്ടായിരുന്നു. ഈ 6നെ നമ്മൾ 2ന്റെയും 3ന്റെയും ടേമിലെഴുതും. 2 × 3, അതായത് 2/1 × 3/1. ഇനി ഇത് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2/8 × 3/6 × 5² ഡിവൈഡഡ് ബൈ ഇവിടെ 2/6 ഉണ്ട്, ഒരു 2/1 ഉണ്ട്. അപ്പോൾ ആകെ എത്ര വരും? 2/7. 6 + 1. 3/3 ഉണ്ട്, 3/1 ഉണ്ട്. അപ്പം 3/3 + 1 3/4. പിന്നീട് ഒരു 5/4. നമുക്കിവിടെ 2/8/2/7 3/6/3/4 ഇത് ഗ്രൂപ്പ് ചെയ്തില്ല. 5² 5/4. അപ്പൊ ഇവിടെ a⁻m / a⁻n a⁻m - n 2/8 - 7 ഇൻറ്റു 3/6/3/4 3/6/4 ഇൻറ്റു 5² ഈ 5/4 നമുക്ക് 5² × 5² എഴുതാം. അപ്പൊ 5² കട്ട് ചെയ്ത് പോകും. പിന്നെ ഇവിടെ എന്തുണ്ട്? മുകളിലൊരു 2/8 - 7 എന്ന് പറയാം 2/1 ഇൻറ്റു 3/6 - 4 എന്ന് പറയാം 3/2. അതായത് 2/1 ഇൻറ്റു 3² ബൈ അടിയിലൊരു 5² ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2/1 എന്ന് പറയാം 2 ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ 3 × 3 9. 2 × 9/25 എന്ന് വരും. 18/25 വരും. നമുക്കിത് ഇവിടെ എന്താ വേണ്ടത്? ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചത്. ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ അത് നേരെ തിരിച്ചിടുക. നമുക്ക് ഇവിടെ കിട്ടിയ ഉത്തരം 18/25 ആണെങ്കിൽ നമ്മുടെ ഉത്തരം വരേണ്ട 18/25 ഹോൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ടാൽ മതി. 25/18 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4 11 30 67 ഈ അടുത്ത പദം, ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 4 എന്ന് പറഞ്ഞാൽ 1³ + 3 1³ 1 3 4. 11 എന്ന് പറയാൻ 2³ + 3. ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും അതിലെ ബന്ധം എന്തോന്ന് നോക്കണം. ഈ സമാന ബന്ധം വേണം ഇവിടെ വരാൻ. 2³ + 3 8 + 3 11. 3³ + 3 27 + 3 30. അടുത്ത ടൈം. അടുത്ത 4³ + 3 64 + 3 67. അപ്പൊ അങ്ങനെയാണ് ഈ ശ്രേണി പോയേക്കുന്നത്. 1³ + 3 2³ + 3 3³ + 3 4³ + 3. അപ്പൊ അടുത്ത ടൈം എന്ത് വരും? അതേ ബന്ധം വേണം അടുത്ത ടൈമിന് വരാൻ. 5³ + 3 125. 5³ എന്ന് പറയാൻ 5 × 5 × 5 125 + 3 128 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അല്ലേ? അതേ ബന്ധം വേണം. ആ പാറ്റേൺ എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഏത് ബന്ധത്തിലാണ്, അതേ ബന്ധം വേണം അടുത്ത ടൈമിന്റെ എഴുതാൻ. ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണമാണ് 4πr². ഇവിടെ ഡാഷ് ഈസ്റ്റ് 3πr². അതായത് 3πr² ഏതിന്റെ ഉപരിതല വിസ്തീർണമാണെന്ന് നോക്കിയാൽ മതി. അർദ്ധഗോളം. ഇതാണ് അർദ്ധഗോളം. അപ്പോൾ ഇവിടെ അർദ്ധഗോളമാണ് ഉത്തരം. ഇവിടെ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 4πr². അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 3πr². 4πr² ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണമാണ്. അതേപോലെ എന്തിന്റെ ഉപരിതല വിസ്തീർണമാണ് 3πr² നോക്കിയാൽ മതി. ഇതേ ബന്ധം വേണം ഇവിടെ വരാൻ. അർദ്ധഗോളം. ഓപ്ഷൻ സി ആണ്.
ഡയറക്ഷൻ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞുതരാം. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാട്ട് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നെങ്കിൽ പ്രാരംഭ ദിശയിൽ നിന്ന് തുടങ്ങിയ സ്ഥാനത്ത് നിന്ന് ഏത് ദിക്കിലാണ്, അപ്പോൾ ഏത് ദിക്കിൽ എത്ര കിലോമീറ്റർ ദൂരത്തിലാണെന്നും ചോദിക്കാം. ഇവിടെ ദിക്ക് മാത്രമാണ് ചോദിച്ചേക്കുന്നത്, ഏത് ദിശയിലാണ്. അപ്പോൾ അതിനൊരു ഈസ്റ്റും വെസ്റ്റും, കിഴക്കും പടിഞ്ഞാറും എതിർദിശകളാണ്. നോർത്തും സൗത്തും എതിർ ദിശകളാണ്. നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. അത് ഓർക്കുക. അപ്പൊ ഈശ്വരൻ എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ESWN, ഈശ്വരൻ എന്ന് ഓർത്തിരുന്നാൽ മതി. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. സൗത്തും നോർത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്, എതിർദിശകളാണ്. ഈസ്റ്റും വെസ്റ്റും എതിർദിശകളാണ്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ ഈ വിവേകം നടന്നത് എഴുതാം. തെക്കോട്ട് നടന്നു, അപ്പോൾ സൗത്തിൻ്റെ നേരെ 10 കിലോമീറ്റർ, തെക്കോട്ട് 10 കിലോമീറ്റർ നടന്നു. പിന്നെ പടിഞ്ഞാട്ട് 4 കിലോമീറ്റർ നടന്നു, പടിഞ്ഞാട്ട്, അപ്പോൾ വെസ്റ്റിൻ്റെ നേരെ 4. പിന്നെ വീണ്ടും വടക്കോട്ട് തിരിഞ്ഞു, വടക്ക് നോർത്ത് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. പിന്നെ അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു, കിഴക്കിൻ്റെ അവിടെ 4. അപ്പം ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം 4 ഈസ്റ്റ് വെസ്റ്റ്, അത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 0 വരും. 4 പോകെ 0. ഇനി ഈ സൗത്തും നോർത്തും തമ്മിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, അത് തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? 10 5 പോകെ 5. അത് തമ്മിൽ കുറയ്ക്കണം. അപ്പൊ അത് വലിയത് ഏതാണോ അതിന്റെ നേരെ വേണം എഴുതാൻ. ഇവിടെ വലിയ സംഖ്യ സൗത്തിന്റെ നേരെയാണ്, ചെറുത് 5 നോർത്തിന്റെ നേരെ. അപ്പൊ ഇവിടെ 5. അപ്പോൾ 5 ഏതിന്റെ നേരെയാ വന്നത്? സൗത്ത്. അപ്പോൾ 5 കിലോമീറ്റർ സൗത്തിലാണ്, തെക്ക് ദിശയിലാണ്. അപ്പോൾ സൗത്ത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഓർത്തിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെ വരച്ച് വടക്ക് പടിഞ്ഞാറ് അങ്ങനെയൊക്കെ വരച്ചിട്ട് ചെയ്യണം. അല്ല ഇതാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 2400 പേര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ കഴിയും. സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ്. ഫസ്റ്റ് ടെസ്റ്റ് മെത്തേഡ് നമുക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ധാരാളം സമയമെടുത്ത് ചെയ്യാനുള്ള ടൈമില്ല. ഷോർട്ടസ്റ്റ് മെത്തേഡ്, ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഷോർട്ടസ്റ്റ് മെത്തേഡ്സ്, ഫാസ്റ്റസ്റ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, ശ്രീമാസിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. എല്ലാ ടോപ്പിക്കും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.